ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും സാധിച്ചെടുക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ദേ നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിൽ കാണുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. കാരണം 2, 3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം എനിക്ക് മൂഡ് ഓഫ് ആയി തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ വെയിൽ കണ്ടപ്പോൾ അതേ ഞാൻ റൂമിലെ ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് ശുദ്ധമായി കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സോയാബീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ അത് അങ്ങനെ തന്നെ വെക്കോട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇന്ന് കണ്ണന് അംഗൻവാടി ഇല്ല കേട്ടോ. അംഗൻവാടി ലീവായിരുന്നു. അതുകൊണ്ട് ദേ കണ്ണൻ ബിൽഡിംഗ് സെറ്റ് വെച്ചാണ് കളിക്കുന്നത്. ഇപ്പോൾ കണ്ണൻ മിക്ക സമയവും ഈ ഒരു ബിൽഡിംഗ് സെറ്റ് വെച്ചാട്ടോ കളിക്കുന്നത്. ടിവിയോ ഫോണോ അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം. അതുകൊണ്ട് തന്നെ ഭയങ്കര ആശ്വാസമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ ഞാൻ കണ്ണന് ഒരു കാരകടി കൊടുത്തു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാനും എടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു കാരകടിയുടെ മസാല ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെ കാരകടി എന്നല്ലേ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ റൂമിൽ അടിക്കലും വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദേ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ കണ്ണിന് ഫുഡ് കൊടുത്തിട്ട് ആളെ ഞാൻ ഉറക്കി കേട്ടോ. അപ്പോൾ ചോറ്, സാമ്പാർ, മാങ്ങാച്ചാർ, സോയാബീൻ ഫ്രൈ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കണ്ണിന് പൂരി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു പൂരിയാണ് ഞാൻ കണ്ണിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പാനിപ്പൂരിയാണ്. അതിൽ പാനി ഒഴികെ പൂരിയാണ് ഞാൻ ആൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അതിനിടയിൽ കുറച്ച് ചക്കപ്പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അതും എണ്ണയിലിട്ടു. ഇത് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ചായ കുടിക്കുകയാണ്. ചായ വൈകുന്നേരം നിർബന്ധം കേട്ടോ. ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തോ തലവേദന പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ ഞാൻ മുടിയിൽ എണ്ണയൊക്കെ മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ മുടി ഇപ്പം നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അമ്മ എണ്ണ കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ എണ്ണ കാച്ചി തന്നിട്ടുണ്ടായിരുന്നു.